ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ചേരുകയാണ്. സഞ്ജീവ്, ഈ നാട്ടിലെ ദേവഭാഷയായ സംസ്കൃതം പഠിക്കാൻ ഈ നാട്ടിലെ പുറയനും പുലേനും പറയനും ചണ്ടാലനും ദളിതനും ഒന്നും അവകാശമില്ല എന്ന് ബിപിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞ വിജയകുമാരിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നതമായ ഒരു പദവി നൽകിയിരിക്കുകയാണ്. പോണ്ടിച്ചേരി സർവകലാശാലയിൽ രാഷ്ട്രപതി അവരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. സഞ്ജീവ്, ഈ രാജ്യത്ത് മതത്തിലൂന്നിയും വർഗീയതയിലൂന്നിയും വരേണ്യ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സംഘപരിവാർ അംഗീകാരം നൽകുകയും അവരെ ഉന്നത പദവികളിൽ എത്തിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ഉദാഹരണമല്ലിത്. പക്ഷേ നമ്മുടെ മുന്നിൽ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള സർവകലാശാലയുടെ സംസ്കൃത വിഭാഗത്തിന്റെ തലവയായി നിൽക്കുന്ന ഘട്ടത്തിൽ, അതിന്റെ മേധാവിയായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്റെ വിദ്യാർത്ഥി, പ്രത്യേകിച്ച് 20 വർഷമായി സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥിയോട് സംസ്കൃതം തനിക്ക് അറിയില്ല എന്നും അതോടൊപ്പം സംസ്കൃതം പഠിക്കേണ്ട കുലത്തിൽ ജനിച്ചില്ല താനെന്ന് മുഖത്ത് നോക്കി പറഞ്ഞൊരു സ്ത്രീ, അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വികാരമായി പ്രവർത്തിക്കുന്ന അതേ മനസ്സുള്ള ഒരു അധ്യാപികക്ക് ഈ നാട്ടിലെ സർക്കാർ കൊടുത്തിരിക്കുന്ന അംഗീകാരം ഈ നാട്ടിലെ ഭരണഘടനക്കെതിരെയും ഈ നാട്ടിലെ മതനിരപേക്ഷമുള്ള അല്ലെങ്കിൽ മനുഷ്യർക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അപകടകരമായ ഒരു റിപ്പോർട്ടായി നമ്മുടെ നാട് മാറുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്നലെ രാമക്ഷേത്രത്തിൽ പതാക ഉയർത്തിക്കൊണ്ട്, ധ്വജമുയർത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതേ ദിവസം തന്നെ ഈ നാട്ടിലെ ഗവർണർ കൊച്ചി വെച്ച് നടത്തിയിട്ടുള്ള പ്രസംഗം, പ്രത്യേകിച്ച് ബിപിൻ വിജയനെതിരെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ള ആ വിദ്യാർത്ഥിയെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസംഗം, തുടർച്ചയിൽ ഈ നിയമനം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിന്റെ പൊതുമണ്ഡലത്തിൽ രാജ്യത്തിലെ വിശ്വാസത്തിൽ മതനിരപേക്ഷതയെ പൂർണ്ണമായും തകർക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നേതൃത്വം കൊടുക്കുന്നവരെ ഇനിയും ഉന്നത പദവികളിൽ എത്തിക്കുമെന്ന വെല്ലുവിളിയാണ് സംഘപരിവാർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്കെതിരെയുള്ള ശക്തമായ സമരങ്ങൾ രാജ്യത്ത് അലയൊലിയാതെ ഇനി ആരംഭിക്കുന്ന ഘട്ടമായി എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തേണ്ട രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ ആഹ്വാനങ്ങളൊന്നും ഏതുമില്ലാതെ വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് സ്വയം വലിച്ചെറിയപ്പെടുകയാണ്. തീർച്ചയായും ഇന്ത്യയിൽ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരിക തന്നെ വേണം. അതിന് ഓരോരോ കാര്യങ്ങളും ഈ നാട്ടിൽ ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, ഈ ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടികൾ ആരംഭിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നന്ദി PS സഞ്ജീവ്.